ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഗാർഡൻ മേക്ക് ഓവർ വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ കുറേ ചെടികളൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചെടികളും കൂടി മാറ്റാൻ ബാക്കിയുണ്ട്. നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിലും മതിലിൻ്റെ മുകളിലുള്ള ചെടികളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മതിലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയുള്ളത്, ആകെ വൃത്തികേടായിട്ടുള്ളത്. നമ്മുടെ ചെടി വെച്ചിട്ട് അതിൻ്റെ മണ്ണും ചളിയൊക്കെ ഒലിച്ചിറങ്ങി അതിലൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടുള്ളത്. ഇതിനൊന്ന് പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ബാക്കിയുള്ള ചെടികളൊക്കെ ഞാൻ ഓരോന്നായി എടുത്ത് താഴെ വെക്കുന്നുണ്ട്. നമ്മുടെ ബാൾസം ചെടികളൊക്കെ സൈഡിലേക്ക് വെക്കുന്നത്. ഇത് ബാൾസം ചെടി ഇതാ നീണ്ടു പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൊമ്പുകളൊക്കെ മുറിച്ച് അതിനൊന്ന് പ്രൂൺ ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. അങ്ങനെ ഓരോ ചെടികളായി ഞാൻ എടുത്ത് ഈ സൈഡിലേക്ക് വെക്കുന്നത്. നമ്മൾ ചെടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നുകയില്ല. ഇത് നമ്മുടെ ഫയറൊപ്പാൽ ചെടിയാണ്. ഫയറൊപ്പാൽ ഞാൻ കൊമ്പ് കുത്തി പിടിപ്പിച്ച് പുതിയ ചെടിയാക്കി എടുത്തതാണ്. എന്നിട്ട് അതിൻ്റെ പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നട്ട ചെടിയിൽ പൂക്കളൊക്കെ വിരിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നമ്മളെ പൂക്കളെ സ്നേഹിക്കുന്നവർക്കൊക്കെ അത് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കുമേ. അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഈ ഭാഗത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെയൊക്കെ നല്ല ഭംഗിയിൽ നമ്മുടെ മതിൽ പെയിൻ്റ് അടിച്ചതിന് ശേഷം എടുത്ത് വെക്കേണ്ടതുണ്ട്. അടുത്ത പരിപാടി നമ്മുടെ മതിൽ പെയിൻ്റ് അടിക്കലാണ്. അങ്ങനെ ഇതാ നമ്മുടെ മതിൽ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഹസ്ബൻഡാണ് മതിൽ പെയിൻ്റ് അടിക്കുന്നത്, മോനും സഹായിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നമ്മുടെ മതിൽ പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. മുകൾ ഭാഗത്ത് ഗ്രേ കളറാണ് ഇട്ടിട്ടുള്ളത്. താഴെ യെല്ലോ കളർ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമ്മുടെ ചെടി വെക്കുന്ന സ്ഥലത്ത് ഗ്രേ കളറും അങ്ങനെ താഴെ ഭാഗം യെല്ലോ കളറും അങ്ങനെ ചെയ്യാം. ഇതുപോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുണ്ട് നമ്മുടെ മതിലൊക്കെ പെയിൻ്റ് അടിച്ചത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. അങ്ങനെ നമ്മൾ താമസിക്കുന്ന വീട് നമ്മൾ വൃത്തിയാക്കി വെക്കുന്നില്ലേ, അതുപോലെ തന്നെ നമ്മുടെ ചെടികൾ വസിക്കുന്ന സ്ഥലവും നമ്മൾ നല്ല ഭംഗിയായിട്ട് വെച്ചാൽ അവർ നമുക്ക് നന്നായി പൂവിട്ട് തരും. നമ്മൾ ചെടികൾ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതൊക്കെ നല്ല വൃത്തിയായി വെച്ചാൽ തന്നെ നമ്മളെ ചെടികൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. നമ്മുടെ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെയാണുള്ളത്, ഈ ഭാഗം ഇങ്ങനെയുള്ളത്. പിന്നെ നമ്മുടെ മതിലിൻ്റെ മുകളിൽ ബോഗൺവില്ല ചെടികൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ചെടികൾ വെക്കാൻ താഴെ വെക്കാൻ ഒരു സെറ്റപ്പ് ആക്കിയില്ല. അതിന് ഞാൻ കുറച്ച് ഇഷ്ടികകളെടുത്ത് നീളത്തിലിങ്ങനെ വെച്ചിട്ടുള്ളത്. അതിന് മുകളിൽ ടൈൽസിൻ്റെ പീസ് ഉണ്ടായിരുന്നേ, അതൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ വിങ്കാ ചെടികൾ അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിങ്കാ ചെടികൾ ഇതൊക്കെ ഞാൻ പുതുതായി വാങ്ങിയ വിങ്കാ ചെടികളാണ്. എൻ്റെ കയ്യിൽ കഴിഞ്ഞ വർഷം കുറേ വിങ്കാ ചെടികൾ ഉണ്ടായിരുന്നു. അതൊക്കെ മഴ വന്നപ്പോൾ എല്ലാം നശിച്ചു പോയിരുന്നേ. ഇതിൻ്റെ പൂക്കളുടെ ആ ഭംഗി കണ്ടിട്ട് ഞാൻ ഇപ്രാവശ്യം വീണ്ടും കുറച്ച് ചെടികൾ വാങ്ങിയതാണ്. വിങ്കാ ചെടിക്ക് നഴ്സറിയിൽ ഭയങ്കര ഡിമാൻഡാണ്. ഞാൻ 2 പ്രാവശ്യം പോയപ്പോഴും അവിടെ വന്ന് ലോഡൊക്കെ തീർന്നു പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ വിങ്കാ ചെടികൾ. ഇതൊക്കെ ഇനി വലിയ ചട്ടിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അങ്ങനെ വലിയ ചട്ടിയിലേക്ക് മാറ്റി വളമൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി പൂടിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ചുവപ്പ് കളറുണ്ട്, ലൈറ്റ് റോസ് ഉണ്ട്, ഡാർക്ക് റോസ് ഉണ്ട്, വയലറ്റ് ഉണ്ട്, പീച്ച് കളറുണ്ട്, വെള്ളയുണ്ട്. വെള്ള 2 തരത്തിലുണ്ട്. ഒരു വെള്ളയ്ക്ക് നടുക്ക് ചുവപ്പ് ഡോട്ടുള്ളത്. അങ്ങനെയുള്ള കുറച്ച് ചെടികളാണുള്ളത്. ഇതൊക്കെ പൂവായി വലിയ ചട്ടിയിൽ നട്ട് പൂവായി കഴിയുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. അങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൽ ബാൾസം ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാൾസം ചെടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാൾസം ചെടിയിൽ പൂക്കളൊക്കെ കുറഞ്ഞ പോലെ തോന്നും, കാരണം ഞാൻ കുറേ ചെടികളൊക്കെ നീണ്ടുപോയതൊക്കെ പ്രൂൺ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഇനി വളമൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായി പൂവിട്ടോളും.
ഇവിടെ നമ്മുടെ കുറച്ച് ബോഗൺവില്ല ചെടികൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറം കുറച്ച് റോസുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ചെക്കിയുണ്ട്. താഴെ നമ്മുടെ ജമന്തിയാണ് ഉള്ളത്. അങ്ങനെ ഇവിടെ കുറച്ച് മുകളിൽ കുറച്ച് ബാൽസം ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ നമ്മുടെ കലാഞ്ചിയോ അങ്ങനെ കുറച്ച് എലിച്ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. മുകളിൽ ബാൽസം ചെടിയുള്ളത്, താഴെ വാട്ടർ ലില്ലി അങ്ങനെയുള്ള ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ മുകളിൽ വിങ്ക ചെടികളാണ് വെച്ചിട്ടുള്ളത്. താഴെ ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ലാസ്റ്റ് നമ്മുടെ ജമന്തി ചെടിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതുപോലെയാണ് നമ്മുടെ ഫൈനൽ വ്യൂ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള ഫൈനൽ വ്യൂ ഇങ്ങനെയാണുള്ളത്. ഇങ്ങനെയുണ്ട് നമ്മുടെ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത്. ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് അറിയിക്കണേ. നമ്മുടെ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ വീടിൻ്റെ തുമ്പ് ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ചെടികളുണ്ട്.